നമസ്കാരം. ട്രെയിനിൽ പറശ്ശിനിക്കടവിലേക്ക് പോകുന്നവർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നൊരു വീഡിയോ ആണിത്. വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവ് മടപ്പുരയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര. പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണൂർ കാസർഗോഡ് ഉള്ളവരോട് പിന്നെ പ്രത്യേകിച്ച് കൂടുതലായി പറയേണ്ട ഒരു കാര്യമില്ല. കാരണം കണ്ണൂർ കാസർഗോഡുകാരുടെ പ്രധാന ആരാധന മൂർത്തിയാണ് മുത്തപ്പനും പറശ്ശിനി മടപ്പുരയും. അപ്പോൾ തെക്കൻ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഒരു ദിവസം താമസിച്ചൊക്കെ എങ്ങനെ നമുക്ക് ദർശനം നടത്തി തിരികെ വരാം, അതും ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗമുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനായി ശ്രമിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്കും സഹായിക്കണേ. ഞാൻ ട്രെയിൻ മാർഗം തന്നെയാണ് വരുന്നതും ട്രെയിൻ മാർഗം തന്നെയാണ് തിരികെ പോകുന്നതും. ഇനി ഞാൻ എങ്ങനെ വരുന്നതെന്നും മറ്റുള്ള ജില്ലക്കാർക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്നു പോവാമെന്നും താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെയും പിന്നെ നമ്മുടെ മടപ്പുരയിലെയും പറശ്ശിനിക്കടവിലെയും കാഴ്ചകൾ നമ്മൾക്കിനി കാണാം. ഫ്രണ്ട്സ്, ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വന്ന ട്രെയിൻ നമ്പർ 166-29 മലബാർ എക്സ്പ്രസിൽ നിന്നാണ്. ഇത് എല്ലാ ദിവസവും നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് മംഗലാപുരം വരെ സർവീസ് നടന്നൊരു ട്രെയിനാണ്. രാത്രി സഞ്ചാരിയാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ. എല്ലാ ദിവസവും വൈകുന്നേരം 6:40 നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത്. രാത്രി 8 മണിയോടുകൂടി ഇത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു 6:30 നമ്മുടെ കണ്ണൂരിലേക്ക് എത്തും. കണ്ണൂരാണ് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നമുക്ക് പറശ്ശിനിക്കടവിലേക്ക് പോകാൻ. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ബസ് മാർഗം എങ്ങനെ പോകുന്നതെന്ന് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് രാത്രി സഞ്ചാരികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഈ മലബാർ എക്സ്പ്രസ് അല്ലാതെ വേറെയും 2 ട്രെയിനുകളുണ്ട്. ഒന്ന് ട്രെയിൻ നമ്പർ 166-04 മാവേലി എക്സ്പ്രസും മറ്റൊന്ന് ട്രെയിൻ നമ്പർ 163-47 മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസും. അപ്പം ഞാൻ യാത്ര ചെയ്യുന്ന മലബാർ എക്സ്പ്രസ്, അതുകൂടാതെ നിങ്ങൾ ഇപ്പോൾ കേട്ട മാവേലി എക്സ്പ്രസ്, മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ്, ഈ 3 ട്രെയിനുകളും രാത്രി സഞ്ചാരികളാണ്. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കണ്ണൂർ എത്തുന്നത് കേട്ടോ. ഈ ഒരു 3 ട്രെയിനും നമ്മൾ പോകുന്ന ട്രെയിൻ രാവിലെ ഒരു 8 മണിയോടുകൂടിയും മാവേലി ഒരു 6-7 മണിയോടുകൂടിയും അതിന് മുമ്പ് എത്തും മാവേലി കേട്ടോ. പിന്നെ മാംഗ്ലൂർ സെൻട്രൽ ഒരു 8-9 മണിക്ക് മുമ്പ് കണ്ണൂർ എത്തും. അങ്ങനെയാണ് ഈ ഒരു 3 ട്രെയിനിൻ്റെ ടൈമിങ്സ്. അപ്പോൾ ഈ ഒരു 3 ട്രെയിനും കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളുടെ കാര്യം പറയണം, ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കോട്ടയം വഴി വരുന്നവർക്കാണെങ്കിലും ആലപ്പുഴ വഴി വരുന്നവർക്കാണെങ്കിലും ഈ 3 ട്രെയിനിൽ നിങ്ങൾക്ക് കയറി കണ്ണൂരിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ളവർക്ക് കണ്ണൂർ എത്തിച്ചേരാൻ വളരെ ഉപകാരപ്രദമാവുന്ന 3 ട്രെയിനുകളാണിത്. അപ്പോൾ നമുക്കിനി നാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ ട്രെയിൻ ഇല്ല എന്നുള്ളൊരു സങ്കടം ആർക്കും വേണ്ട. ഈ 3 ട്രെയിനിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മതി കേട്ടോ. രാവിലെ എത്തുന്ന വിധത്തിൽ കണ്ണൂർ നിങ്ങൾ എത്തിക്കോളും. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് സ്ലീപ്പറിലാണ്, മലബാർ എക്സ്പ്രസ്സിൽ. കൊല്ലത്ത് നിന്ന് നമ്മുടെ കണ്ണൂർ വരെ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വന്നത് 265 രൂപയാണ്. തിരിച്ചും സ്ലീപ്പർ തന്നെയാണ്. അതാകുമ്പോൾ നല്ല രീതിയിൽ ഉറങ്ങി എഴുന്നേറ്റ് സുഖമായിട്ട് രാവിലെ തന്നെ നമ്മുടെ യാത്ര വീണ്ടും തുടരാം. പിന്നെ വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ട്രെയിനിൽ ഇരുന്ന് തന്നെ കഴിച്ചു ഇനി കിടന്ന് ഉറങ്ങി നല്ലതുപോലെ ഉറങ്ങിയതിന് ശേഷം ഇനി 2ാമത്തെ ദിവസമാണ്, അതായത് ഞാൻ നമ്മുടെ കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറുന്ന ദിവസം ഞാൻ പറഞ്ഞുതരാം. 11-ാം തീയതി രാത്രി ഞാൻ ട്രെയിൻ കയറി 12-ാം തീയതി രാവിലെ ഞാൻ കണ്ണൂരെത്തും. എന്നിട്ട് ആ ദിവസം തന്നെ നമ്മൾ മുത്തപ്പൻ്റെ അവിടെ പോയി പറശ്ശിനിക്കടവ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ദർശനമൊക്കെ വാങ്ങി 12-ാം തീയതി തന്നെ തിരികെ തിരിക്കും വൈകുന്നേരം. എന്നിട്ട് 13-ാം തീയതി രാവിലെ എത്തും. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ താമസ സൗകര്യത്തിൻ്റെ കാര്യം, അതായത് നമ്മുടെ മടപ്പുരയ്ക്ക് അടുത്ത് പറശ്ശിനിക്കടവിലേക്ക് അടുത്തൊക്കെ ധാരാളം റൂമുകളും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. കോൺടാക്റ്റ് നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത മലബാർ എക്സ്പ്രസിൻ്റെ ട്രെയിൻ നമ്പർ, അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നെയിം ബോർഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. ഫ്രണ്ട്സ്, നമുക്കപ്പോൾ സ്റ്റേ ചെയ്യില്ലല്ലോ. അപ്പം നമ്മൾ രാവിലെ കണ്ണൂർ എത്തിയിട്ട് നമ്മളെ ഫ്രഷപ്പ് ഒക്കെ എങ്ങനെയാണ്, അത് കുളി, ശൗചാലയം അതൊക്കെ വേണമല്ലോ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളും എൻ്റെ ലഗേജ് ഒക്കെ ഉണ്ട്. അതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം AC വെയിറ്റിംഗ് റൂമിൽ കയറി നമ്മൾ കുളിക്കും. എന്നിട്ട് നേരെ നമുക്ക് അത്യാവശ്യം എന്താ പറയണ്ട ഒരു പേഴ്സും ഫോണും ഒക്കെ മതിയല്ലോ കയ്യിൽ. പിന്നെ ഒരു സൈഡ് ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വെക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ഇനി ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെ ഫെസിലിറ്റീസും നമുക്കുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മടപ്പുരയിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുന്നത്. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതേ സമയം 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെയധികം ചിലവ് ചുരുക്കിക്കൊണ്ട് വരാം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ട്രെയിൻ മാർഗം കണ്ണൂർ എത്തിയിരിക്കുകയാണ്. അതേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം ഞാൻ കൊല്ലത്തുനിന്ന് വന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ഇനി ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് നമ്മൾ വന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് നമ്മുടെ ക്ലോക്ക് റൂമും വെയിറ്റിംഗ് റൂമും. അതായത് സ്ലീപ്പേഴ്സ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്കായാലും അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്കായിരിക്കും ലേഡീസിനും സെപ്പറേറ്റ് വെയിറ്റിംഗ് റൂംസും കാര്യങ്ങളുണ്ട്.
പിന്നെ മണിക്കൂറിന് 30 രൂപ വെച്ചിട്ട് AC പെയ്ഡിങ് വെയിറ്റിംഗ് ഹോൾ ഉണ്ട്. അത് ജെൻസും ലേഡീസും കൂടെ മിക്സറാണ് കേട്ടോ. ഇത് അപ്പർ ക്ലാസ് സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമാണ്. നമ്മളതിൽ അത്യാവശ്യം ടിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ടിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് കയറിയിരിക്കാം. അതിനകത്തും 2 പേർക്കും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാനുള്ള സംവിധാനവും ഉണ്ട്, അല്ലാതെ നമുക്ക് ബാത്റൂമിലേക്ക് പോകാനായിട്ടുള്ള സംവിധാനം, അതായത് ടോയ്ലറ്റ് സംവിധാനവും ഉണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആഹാരവും നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും നമ്മുടെ റെയിൽവേ തന്നെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ അറിയാലോ, റെയിൽവേ സ്റ്റേഷനിലുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡോമിറ്ററി സെറ്റപ്പുകളാണ് കേട്ടോ, റിട്ടയറിംഗ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇത് വേണ്ടവർക്കും ഇത് നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാവുന്നതാണ്. സാധാരണ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പോലത്തുള്ള വലിയ വലിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഓൺലൈൻ വഴിയാണ് നമുക്ക് റിട്ടയറിംഗ് റൂംസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് തിരക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴിയും ഇത് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ തിരക്കില്ല, കാരണം സ്റ്റേ ഇല്ലല്ലോ. അതേ ഇവിടെ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 1 ക്ലോക്ക് റൂം ഉണ്ട്. 24 മണിക്കൂറത്തേക്ക് നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് 25 രൂപയാണ് കേട്ടോ. ഇവിടെ എന്തായാലും കൊടുത്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കാണാം. നമ്മുടെ രാവിലത്തെ ഫുഡ്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ മലബാർ എക്സ്പ്രസ് നമ്മളെ കൊണ്ടാക്കിയതിനു ശേഷം നേരെ പോയിട്ടുണ്ട്, ഇനി മംഗലാപുരത്തേക്കാണ്. പിന്നെ അതേ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ അതേ കണ്ടില്ലേ, AC വെയിറ്റിംഗ് ഹോൾ 30 രൂപ പെർ ഹവർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുളിക്കാനായിട്ട് കയറുന്നതും. നമുക്കൊന്ന് ഫ്രഷ് ആവണമല്ലോ, വേറെ റൂമും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. 1 മണിക്കൂറത്തേക്ക് 30 രൂപ ലാഭമാണ്, കുഴപ്പമില്ല. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 25 രൂപയുള്ളൂ, കേരളത്തിന് പുറത്തൊക്കെ. എന്നിരുന്നാലും കുഴപ്പമില്ല. ഇവിടുത്തെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്സ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അതിന് മുമ്പ് നോർമൽ വെയിറ്റിംഗ് ഹോള് റൂംസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതേ കണ്ടില്ലേ, അതായത് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ സാധാരണ അൺറിസർവ്ഡ് ജനറൽ അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ആ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന്, കടയിൽ നിന്ന്, ഒരു ഭയ്യയിൽ നിന്നൊരു കട്ടനൊക്കെ മേടിച്ചത് കുടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് ഓണാവണം രാവിലെ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു കട്ടൻ കുടിക്കും. കട്ടൻ കുടിച്ചതിന് ശേഷം ബാത്റൂം കുളി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതാണ് ആ AC പെയ്ഡ് വെയിറ്റിംഗ് ഹോള് കേട്ടോ. 1 മണിക്കൂർ 30 രൂപ. കൊള്ളാം, അത്യാവശ്യം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയും മെനയും എല്ലാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അവർ നമുക്ക് തന്നൊരു ബില്ല് ഇതേ കണ്ടില്ലേ, ഇതാണ് 30 രൂപയാണ് കേട്ടോ. 1 മണിക്കൂറത്തേക്കാണ്. 8:15 എനിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ ഞാൻ 7:15 ഈ 8:15 ശേഷം അവർ 5 മിനിറ്റ് കൂടി അപ്പോഴേ അവർ പൈസ ഈടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് കയറുന്നതിന് ഇവർ ID കാർഡ് കാര്യങ്ങൾ പ്രൂഫൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് പേര് കാര്യങ്ങളൊക്കെ ചോദിക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ കയ്യിൽ വെച്ചിരിക്കുക. എന്തായാലും നമ്മളൊരു വഴിക്ക് വരുമ്പോൾ ID പ്രൂഫുകൾ കാര്യങ്ങൾ നമ്മൾ എടുക്കണം. എന്തേ ചെക്ക് ഇൻ പ്രൊസീജിയർ കാര്യങ്ങളാണ്. തൽക്കാലം എൻ്റെ ഫോൺ നമ്പറും പേരും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അവർ ഈ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ID കാർഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ അടുത്ത് ചോദിച്ചില്ലെന്നും പറഞ്ഞ് മിക്ക ആൾക്കാർക്കും ചോദിക്കാം. അങ്ങനെ നമ്മൾ AC വെയിറ്റിംഗ് ഹോളിൽ നിന്നൊക്കെ കുളിച്ച് കുട്ടപ്പനായി ഇറങ്ങി നേരെ കഴിക്കാനായിട്ട് ആ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ ഈ ഒരു റിഫ്രഷ്മെൻറ്റ് റൂം, അതായത് ഈ ഒരു റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടലിലേക്ക് കയറി 3 അപ്പവും 1 ഗ്രീൻ പീസ് കറിയും പറഞ്ഞിട്ടുണ്ട്. 60 രൂപയാണ് ഈ 3 അപ്പത്തിനും ഗ്രീൻ പീസ് കറിക്കും അവർ ഈടാക്കിയ ഒരു ചാർജ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ഹോട്ടലാണ്. അങ്ങനെ ആഹാരമൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഇനി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലോട്ട് നമ്മൾ പോവുകയാണ്. അതായത് പുറകിൽ മീൻസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇനിയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ യാത്ര മടപ്പുരയിലേക്ക് പോകാൻ എന്നുള്ളത് വഴി സഹിതം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ. നമ്മൾ റൂം എടുത്തില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ ആയിരുന്നു പരിപാടി. ക്ലോക്ക് റൂമിൽ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. 25 രൂപയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ കുളിച്ചു, AC വെയിറ്റിംഗ് റൂമുകളിലൊക്കെ കുളിച്ചു, കാര്യങ്ങളൊക്കെ വന്നു. ഇതേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പുറത്ത് വരുമ്പോൾ ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് കാണാം, ടാക്സി സ്റ്റാൻഡ് കാണാം, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അകത്ത് നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കേണ്ടിയുണ്ട്. അതായത് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് നമുക്ക് പോകണം. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു AC റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇൻ കേസ് ഇനി റൂം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വേണ്ടവർക്ക് ഇവിടെ റൂംസ് എടുക്കാം, കയറി കണ്ടതിന് ശേഷം പൈസ കൊടുക്കാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പറശ്ശിനി കടവിലിൻ്റെ അടുത്താണ് റൂം വേണമെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശ രൂപവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ക്ലോക്ക് റൂമിൽ സാധനം വെക്കുമ്പോൾ അവരൊരു സാധനം നമുക്ക് കയ്യിൽ തരും. തിരിച്ചു ആ സാധനം കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അവിടെ ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കണം. ക്ലോക്ക് റൂമിൽ നമ്മളെ സാധനങ്ങൾ വെക്കുമ്പോഴത്തേക്കും അപ്പോൾ ആധാർ കാർഡൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് നടക്കുകയാണ്. നേരെ നമ്മൾ വെച്ച് നടക്കുവാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അകത്തുണ്ട്. നമുക്ക് ന്യൂ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അവിടെ നിന്നാണ് നമുക്ക് ബസ് കയറേണ്ടത്. ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അതായത് കുറച്ച് മുമ്പിലോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മുത്തപ്പൻ്റെ റെയിൽവേ ശ്രീ മുത്തപ്പൻ കണ്ടോ, ബാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ സ്ഥാനം
സമർപ്പണം അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. ഇതിപ്പം ഈ മലബാർ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു മുത്തപ്പൻ്റെ ഇത് സ്വാഭാവികമാണല്ലോ, നമ്മുടെ മലയാളി ട്രാവലേഴ്സ് ബ്രോസ് ഒക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ അതേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും വലത് സൈഡിൽ നിന്ന് ഒരു ബസ് പോകുന്നതുണ്ടോ, വലത് സൈഡ് ഒരു റോഡുണ്ട്, ഇടത് സൈഡ് ഒരു റോഡുണ്ട്. പക്ഷേ നമുക്ക് ഈ ഇടത് സൈഡിൽ കൂടാണ് ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് പോവേണ്ടത്. നമ്മൾ നടന്നു പോകാം കേട്ടോ. ഓട്ടോ മാർഗം പോകുന്നവർക്ക് ഓട്ടോ മാർഗം പോകാം. ഒരു 50 രൂപയ്ക്കകത്താവും ഓട്ടോ ചാർജ്. പക്ഷേ നമുക്ക് നടന്നു പോകാം. രാവിലെ വലിയ വെയിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കണ്ണൂർ തന്നെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ആഹാരമാണെങ്കിലും കുളിയാണെങ്കിലും ലഗേജ് വെപ്പാണെങ്കിലും എല്ലാം അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലേഡീസിനൊക്കെയാണ് ഭയങ്കര സേഫാണ് കേട്ടോ. സെപ്പറേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമില്ല. സോളോ ആയിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ മാരീഡ് ആയിട്ട് വരുന്നവർക്കും ഫാമിലി ആയിട്ട് വരുന്നവർക്കും അൺമാരീഡ് ആയിട്ട് വരുന്നവർക്കും ഒക്കെ സുഖമായിട്ട് വന്ന് പോവാം. ചിലവ് ചുരുക്കിക്കൊണ്ട് വന്ന് പോവാം. എസ്പെഷ്യലി തെക്കൻ ജില്ലക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും വലത് സൈഡിലോട്ട് ഒരു ബസ് കിടക്കുന്നുണ്ടോ, നമുക്ക് ആ വഴിയല്ല പോകേണ്ടത്. നമ്മൾ ആ വഴി തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന വഴിയിലൂടെയാണ്. അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു വരുന്ന ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്ന ഈ ഒരു നേരെ വഴി, വലത് സൈഡിലോട്ടൊരു വഴിയെ കാണും. ആ വഴിയൊന്നും പോകാൻ നിൽക്കേണ്ട, നേരെ വെച്ച് നടന്നോ. കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. ഇവിടുത്തെ ചുറ്റിനും ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഹോം എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നുണ്ടോ. ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ, രാവിലത്തെ സമയമാവുന്നതല്ലേ ഉള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട് താമസ സൗകര്യത്തിനും കാര്യങ്ങൾക്കും ഒക്കെ. നിങ്ങൾക്ക് ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ അങ്ങനെ ആവാം. ഇനിയിപ്പോൾ നമ്മുടെ മടപ്പുരയെടുത്ത് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ അങ്ങനെയും ആവാം കേട്ടോ. നമ്മൾ പിന്നെ സ്റ്റേ ഒന്നും അടിക്കുന്നില്ല. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ആഹാരവും കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരും. ഇത് നടന്നു വരുന്ന വഴിക്ക് വീണ്ടും ഒരു റെയിൽവേ ശ്രീ മുത്തപ്പൻ്റെ ഒരു ക്ഷേത്രം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? അവിടെ നിന്ന് നിങ്ങൾക്ക് നെയിം ബോർഡൊന്ന് സൂക്ഷിച്ചൊക്കെ കാണാം കേട്ടോ. ഞാൻ പെട്ടെന്ന് നടന്നു വന്നത് ബാക്കിൽ നിന്ന് വണ്ടി ഹോൺ അടിക്കുന്നത് കൊണ്ടേ നടന്നിങ്ങി വന്നു. പിന്നെ ATM സംവിധാനമൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ കുറച്ചുകൂടെ നടന്നു വരുമ്പോൾ കാനറ ബാങ്ക് ഉണ്ട് ഇവിടെ ATMൻ്റെ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നടക്കാനായിട്ട് മെയിനായിട്ടുള്ള കാരണം നിങ്ങൾക്ക് കറക്റ്റ് വഴി കാണിച്ചു തരാനും എന്തൊക്കെ ഇവിടെ അടുത്തടുത്തുണ്ട് എന്നൊക്കെ ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടാട്ടോ. ഓട്ടോ മാർഗം പോകുന്നവർക്ക് അത് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അത്യാവശ്യം 1 കിലോമീറ്ററിനകത്ത് നടക്കാനൊക്കെ ഉണ്ട്. മലബാർ റെസിഡൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് തന്നെ വിശ്വസിക്കുന്നു. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നടന്നു പോകാം. എന്ന് വെച്ച് ഭയങ്കര ദൂരം ഇല്ലെന്നല്ല. ഞാൻ ഈ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പ്രായപരിധി ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ ലുലു ഗോൾഡ് ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതേ കണ്ടില്ലേ ലുലുവിൻ്റെ ഗോൾഡ്. അയ്യോ. അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും 2 വഴിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടോ നിങ്ങൾ. അപ്പം നമുക്ക് ഇനി പോകേണ്ടത് ഇവിടെ നിന്നുള്ള ആ സ്പ്ലിറ്റ് വഴിയിലാണ്. അതായത് നേരെ പോയിട്ട് വലത് സൈഡിലോട്ട് നമുക്ക് നടന്നു പോകണം. ഞാൻ കാണിച്ചു തരാം. ഈ ഇന്നോവ കാറൊക്കെ വരുന്നുണ്ടോ ആ ഒരു വഴി, ഇത് ഒരു ഓട്ടോ പോകുന്നുണ്ടോ ആ ഒരു വഴി വേണം നമുക്കിനി ക്രോസ് ചെയ്ത് നടന്നു പോകാൻ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കല്യാൺ ജുവലേഴ്സ് ആണോ? തന്നെ അതോ അവിടെ ഒരു ബോർഡ് കണ്ടോ. നമുക്ക് അങ്ങോട്ട് വേണം നടന്നു പോകാനായിട്ട് കേട്ടോ. വഴിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് വഴി, അതായത് ഓട്ടോ, ഞാൻ മനഃപൂർവ്വം ഓട്ടോയിൽ പോകാതിരുന്നതാണ്. വഴി നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായാലും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എളുപ്പമാണ്, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കണ്ണൂർ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ, അതായത് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോകും. പിന്നെ അവിടുന്ന് ബസ് കിട്ടാനും ഒരു ബുദ്ധിമുട്ടുമില്ല. അതേ കണ്ണൂർ നഗരസഭ BOT പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനത്തിനടുത്തോണ്ട് നമ്മൾ വന്നെത്തിയിട്ടുണ്ട് നടന്ന്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ മലബാറിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പിന്നെ അതെ നമ്മൾ നടക്കുന്ന സൈഡിൽ തന്നെ ഒരു ട്രെൻഡ്സിൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കല്യാണമുണ്ട്. ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ. രാവിലെ കഴിച്ച ഫുഡ് ഇപ്പം കഴിച്ച് ദഹിക്കും നടന്ന് കേട്ടോ. വലിയ നടത്തൊന്നുമില്ലല്ലോ, നല്ല രസമുണ്ട് വെയിലില്ലാത്തതുകൊണ്ട് നടക്കാൻ. പക്ഷെ തിരിച്ച് നല്ല വെയിലായിരിക്കും. തിരിച്ച് നമ്മളെ ബസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കൊണ്ടിറക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് വേണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോകാനായിട്ട്. ഈ വന്നാണ് കുറച്ച് ദൂരം. ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാ ഓട്ടോ സ്റ്റാൻഡുണ്ട് കേട്ടോ. ഈ ബസ്സുകളൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട് വെച്ച് നടക്കുക. ഇവിടെ എന്തോ ഒരു സ്മാരകമല്ല, വേറെ എന്തോ സംഭവമാണ്, എന്തോ ഒരു സംഭവമുണ്ട്. കണ്ടോ, വായിച്ചു നോക്ക്. KK ബിൽഡേഴ്സ് എന്ന് പറയുന്നൊരു സ്ഥലം, അല്ല കണ്ണൂർ സെൻട്രൽ ബസ് ടെർമിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ വഴി നമ്മൾ എത്തിയതാ. ലീവീസിൻ്റെ ഒക്കെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി കേട്ടോ. ഇത്തിരി ഉള്ള ദൂരം കണ്ടില്ലേ. ഓട്ടോ മാർഗം വരുന്നവർക്കൊക്കെ ഓട്ടോ മാർഗം വരാം. ഓട്ടോ ഒക്കെ എപ്പോഴും ഉണ്ട്. ഇതിനകത്തോട്ട് കാണുമ്പോഴത്തേക്ക് തൊട്ട് ഫ്രണ്ടിൽ KFC അതിൻ്റെ ഈ അകത്തോട്ട് കാണുന്ന വഴി കണ്ടോ. ബസ് സ്റ്റാൻഡ് നമ്മൾ എത്തിയിരിക്കുകയാണ്, പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഫ്രണ്ട്സ്. ഇനി ഇവിടുന്ന് നേരെ പോയിട്ട് പറശ്ശിനിക്കടവിലേക്കുള്ള ബസ് തപ്പണം. കിട്ടും, അവിടെ എന്തായാലും കാണും. എപ്പോഴും ബസ്സുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പേടിക്കണ്ട. ഇവിടുന്ന് ഒരു 19 കിലോമീറ്റർ ആണ് ബസ്. ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ഉണ്ട് ഒരു ഹോട്ടൽ കണ്ടില്ലേ. ഇതിനകത്തും ഉണ്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ മുക്കിന് ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഫ്രണ്ട്സ്.
വലിയ പാടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് ഈ തെക്കൻ ജില്ലക്കാർക്കൊക്കെ കണ്ണൂർ വന്നിട്ട് ഇതേണൊക്കെ പറശ്ശിനിക്കടവ് സുഖമായിട്ട് പോവാം. പിന്നെ മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കുന്ന സമയം ഇപ്പം ഞാൻ തിരക്കിയപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6:30 തൊട്ട് 8:30 വരെയും വൈകുന്നേരം 6:30 തൊട്ട് 8:30 വരെ ഉണ്ടെന്നാണ് കേട്ടോ അവിടെ പറഞ്ഞത്. ദേ ബസ്സുകൾ ഇങ്ങനെ അടുക്കിനടുക്കിന് കിടക്കുന്നു. ദേ നിതിൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ബസ് കണ്ടോ, അവനിലാണ് നമുക്ക് പോവേണ്ടത്. പറശ്ശിനിക്കടവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, വിസ്മയ പാർക്ക്, പറശ്ശിനിക്കടവ്, ധർമ്മശാല. അപ്പം ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. ബസ് ഇപ്പോൾ എടുക്കും, നമ്മളിപ്പോൾ അകത്തോട്ട് കയറും. നിറയാനൊന്നും ആരും കാത്തിക്കത്തില്ല കേട്ടോ. കറക്റ്റ് സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ വണ്ടി എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. കാരണം പുറത്ത് വിദ്യാർത്ഥികളൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അവരൊക്കെ കയറുമായിരിക്കും വണ്ടി എടുക്കാറാകുമ്പോൾ. അപ്പോൾ ദേ വണ്ടി കുറച്ച് ആൾക്കാരായപ്പോഴും തന്നെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ബസ്സിന് വരുന്നത്. ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ പറശ്ശിനിക്കടവ് വരെ. അങ്ങനെ ദേ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ഇവിടെയാണ് നമ്മളെ ആ ബസ് സ്റ്റാൻഡ്. ഇവിടെയാണ് പറശ്ശിനിക്കടവ് പോകുന്നവർക്ക് ലാസ്റ്റ് സ്റ്റോപ്പായത്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചും കയറേണ്ടത്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് നമുക്ക് ക്ഷേത്രമൊന്ന് മടപ്പുരയിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. ക്ഷേത്രമെന്ന് അങ്ങനെ പറഞ്ഞുകൂടാ എന്നാണ് ഐതിഹ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റോപ്പാണ് പറശ്ശിനിക്കടവ്. ഇനി ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് ഓട്ടോ സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റിലൊരു റോഡ് കാണുന്നത് കണ്ടോ നിങ്ങൾ? അവിടെ ഒരു ഹോട്ടലിൻ്റെ ബോർഡൊക്കെ കണ്ടോ? അവിടെ ദേ വലത് സൈഡിലായിട്ടൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. ആ ആർച്ചിലോട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞ്. ഇവിടെ ക്ഷേത്രമൊന്നുണ്ട് കേട്ടോ. മടപ്പുര, പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ടില്ലേ? ഈ ഒരു ആർച്ചിൽ കൂടെ വേണം ഒരു ഗോപുരം. ഇതിനകത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ കടകളൊന്നും തുറന്നു വരുന്നതേ ഉള്ളൂ. 2 സൈഡിലും കടകൾ കാണാം. ഈ 2 സൈഡിലും സ്കൂളുകളും ഉണ്ട് കേട്ടോ. സ്കൂളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടത് സൈഡിലും ആദ്യം കാണുന്ന ഒരു സ്കൂളുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ട് പോകുമ്പോൾ വലത് സൈഡിലും ഒരു സ്കൂളുണ്ട് കേട്ടോ. പിള്ളേർ ഓട്ടോയ്ക്കകത്ത് രാവിലെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. കൊള്ളാം. പറശ്ശിനിക്കടവ് സ്കൂളാണത്. വലത് സൈഡിലും ഒരു സ്കൂളുണ്ട്. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ഇളം വെയിലൊക്കെ കൊണ്ടുപോവുകയാണ്. തിരിച്ച് നല്ല മുതുക്ക് വെയിലായിരിക്കും. ആ വെയിലും കൊണ്ട് നടന്നെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതേ പറശ്ശിനിക്കടവിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളാണിത്. മറ്റേത് LP സ്കൂളായിരുന്നു. ഇതേ ഒരു പയ്യൻ നമ്മളെ നോക്കി ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. പിന്നെ അത് വരുമ്പോൾ കൊച്ചു ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോവാം. വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ മറ്റൊരു ഗോപുരം അല്ലെങ്കിൽ മറ്റൊരു ആർച്ച് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതേ കണ്ടില്ലേ, പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ഇനി ഇതിനകത്തൂടെ നമുക്ക് നടന്നു പോകണം. മരങ്ങളൊക്കെ ഉള്ളായത് കൊണ്ട് നല്ല തണലാണ്. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ മുട്ട് വയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്റ്റെപ്പ് അത്യാവശ്യം ഇറങ്ങാനും കയറാനുമുണ്ട്. പിന്നെ ഇനി സ്റ്റെപ്പ് മാർഗം അല്ലാതെ മറ്റേതെങ്കിലും മാർഗം നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ചോദിച്ചതുമില്ലായിരുന്നു ആരെടുത്തും. അങ്ങനെ കേട്ടിട്ടില്ല സ്റ്റെപ്പ് മാർഗം അല്ലാതെ മറ്റൊരു വഴി കൂടെ നമുക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് വഴി കൂടെയാണ് വരുന്നത്. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വീണ്ടും അടുത്തൊരു കൊച്ചു സ്റ്റെപ്പ് കയറി വീണ്ടും ഒരു റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വന്ന് ഇറങ്ങും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഒരു കാട്ടിൻ്റെ ഇടയ്ക്ക് മുറികൾ വാടക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീപ്രിയ ടൂറിസ്റ്റ് ഹോം എന്നൊക്കെ പറഞ്ഞ് മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുന്നത് ചെയ്യും. നമുക്ക് എന്തായാലും അകത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതേ നമ്മുടെ ഫേവറേറ്റ് ആൾക്കാർ, നമ്മളെ പട്ടിക്കുട്ടന്മാർ കിടക്കുന്നത് ഇവിടെ. പിന്നെ ഇത് സ്വാഭാവികമാണല്ലോ. ഉറങ്ങുവാണെന്ന് തോന്നുന്നു. ഇതേ മറ്റൊരാളും കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്ക് ഒരുപാട് ധാരാളം കാണാൻ സാധിക്കും. മുത്തപ്പൻ്റെ അടുത്ത ആൾക്കാരാണല്ലോ ഇതൊക്കെ. അപ്പോൾ നമ്മളത് നടന്ന് വീണ്ടും അടുത്ത ഒരു സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. കുറച്ച് നടക്കാനുണ്ടേ. കയ്യിൽ വെള്ളമൊക്കെ വെച്ചിരിക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ വലിയ ലഗേജൊക്കെ നമ്മൾ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഒരു സൈഡ് ബാഗ് വെച്ചെടുത്ത് അതിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ വെള്ളം വേണം, തൊപ്പി വേണം, കുട വേണം. ഇത് 3 മസ്റ്റായിട്ട് കയ്യിൽ വേണം. പിന്നെ പേഴ്സ്, ATM കാര്യങ്ങൾ ഇത്രയും മതി കേട്ടോ. ഇത് 3 മസ്റ്റായിട്ട് വേണം കേട്ടോ. വെള്ളം എടുത്ത് പറയേണ്ട കാര്യം ചൂട്. പിന്നെ തൊപ്പി മസ്റ്റായിട്ട് വേണം. കുടയും കൂടെ എടുത്ത് വെച്ചിരിക്കും, അല്ലെ ഊപ്പാട്ടുള്ളവും വെയിൽ കൊണ്ട്. നമ്മൾ കുറച്ചുകൂടെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഭഗവതി കോട്ടം എന്ന് പറയുന്നൊരു ശ്രീ ചോനമ്മ ഭഗവതി കോട്ട പറശ്ശിനിക്കടവ് ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. കൊള്ളാം. ഇതൊക്കെ അങ്ങോട്ട് കണ്ടാണ് നമ്മൾ ഇറങ്ങി നമ്മൾ ആ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെയൊക്കെ അടുത്തോട്ട് മടപ്പുരയിലേക്ക് പോകുന്ന ഒരു വഴികളാണ് നമുക്ക്. നമ്മൾ വീണ്ടും അങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും, ദൂരം എന്നൊക്കെ പറയാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. എന്നാലും വയ്യാത്തവർക്കും പ്രായത്തവർക്കും നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വേണമല്ലോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതേ ഇവിടെയും റൂംസ് കാര്യങ്ങളൊക്കെ എഴുതി ബോർഡും നമ്പരും ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ഉള്ളതാണ്. ഒരു ഇത് കണ്ടോ, ക്ഷേത്രത്തിലേക്കുള്ള വഴി എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മൾ പ്രോപ്പർ ക്ഷേത്രത്തിലേക്ക് ഇനി കയറാൻ പോവുകയാണ്. 2 സൈഡും കടകളൊക്കെ ഉണ്ട്. തുറന്നില്ല. കുറേ കടകളൊക്കെ ഷട്ടർ ഇട്ട് വരുന്നതേ ഉള്ളൂ. തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാ കടകളും എന്തായാലും തീർച്ചയായും തുറന്നിരിക്കുന്നതാണ് ഫ്രണ്ട്സ്.
അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടതേ നമ്മളെ പട്ടിക്കുട്ടന്മാരെല്ലാം സൂപ്പർ ഉറക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രഭാതമല്ലേ, അവർ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ഇരിക്കും. ഓ നോക്ക്, നല്ല ഇങ്ങനെ കിടക്കുന്ന പട്ടികളൊക്കെ ഭയങ്കര കംഫർട്ട് സ്റ്റേജാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൈ നേരെ കിടക്കുന്ന. റൂംസ് അവൈലബിൾ. ഇമാനുവൽ അല്ല, കുന്നുമ്മൽ വില്ല, കുന്നുമ്മലായിരുന്നു. എന്ത് വാടക രാവിലെ വായിച്ചതൊക്കെ അതാണ്ട് ഇതിനകത്താണ്. മുറികൾ വാടകയ്ക്ക് എന്ന് പറഞ്ഞ് റൂംസ് അവൈലബിൾ. ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതായിട്ട് വരുന്നെങ്കിൽ തരാം. ലേഡീസിനൊക്കെ സെപ്പറേറ്റ് റൂംസ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഒറ്റയ്ക്ക് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മുടെ പറശ്ശിനിക്കടവ് വന്ന് പോകാനായിട്ട് ഇപ്പോൾ മറ്റ് തെക്കൻ ജില്ലക്കാരെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പോൾ ദേ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ നടന്ന് വന്ന് വളരെ അടുത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയുടെ ആദ്യമേ ഒരു സമയത്തിൻ്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാം റീൽസ്, അതുപോലെ മുത്തപ്പൻ വന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ രാവിലെ 6:30 തൊട്ടും 6:30 തൊട്ട് 8:30 വരെയും, വൈകുന്നേരം 6:30 തൊട്ട് 8:30 വരെയാണ് കേട്ടോ ആ ഒരു സമയം. പിന്നെ അതേ ഏറ്റവും അടുത്തായിട്ട് തന്നെ ഒരു ഹോട്ടൽ രതീഷ് ഉണ്ട് അവിടെ. അത് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ കാണിച്ചു തരാം. ഇവിടെ തന്നെ റൂംസ് അവൈലബിൾ ഉണ്ട്, മുറികൾ വാടകയ്ക്ക്. ഇതാണ് കറക്റ്റ് മടപ്പുരയുടെ ഏറ്റവും ഫ്രണ്ട് എൻട്രൻസിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ നിങ്ങൾക്ക് റൂംസ് കാര്യങ്ങൾ കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനും ഒരു കുറവില്ല. ഇവൻ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റൂം എടുത്താലും വലിയ ബുദ്ധിമുട്ടില്ല. ഇതേ കണ്ട റൂംസ് വാടകയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശഗംഗ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് തിരക്കാം, കാര്യങ്ങളൊക്കെ തിരക്കാം. എല്ലാം വളരെ അടുത്താണ്. നമ്മളിപ്പോൾ വളരെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കേട്ടോ, വളരെ അടുത്തായിട്ട് തന്നെ. അപ്പോൾ നമുക്കിനി എന്തായാലും അകത്തോട്ട് കയറാം. എല്ലാ ക്ഷേത്രങ്ങളിലെയും അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക തീർത്ഥാടന കേന്ദ്രങ്ങളെയും പോലെയും നമുക്ക് ഫോണിൻ്റെ ഉപയോഗം ലിമിറ്റാണ്. ഇതേ പ്രഭാഷണ കവടം രാത്രി 12 മണിക്ക് അടയ്ക്കുന്നതാണ് കേട്ടോ. രാവിലെ 4 മണി തൊട്ട് രാത്രി 12 മണി വരെ അതുള്ളല്ലോ കവാടം അടയ്ക്കുന്നതാണ് കേട്ടോ. ദർശന സമയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് അമ്പലമൊന്നും അടവില്ല, വൈകുന്നേരം അടയ്ക്കും, രാത്രി അടയ്ക്കത്തുള്ളൂ. നമുക്ക് എപ്പോൾ വേണേലും വരാം. ഇതേ കയറി വരുന്നിടത്ത് തന്നെ പ്രസാദം കൊടുക്കുന്ന സ്ഥലം. പ്രസാദ വിതരണം രാവിലെ 7:30 മുതൽ രാത്രി 8 മണി വരെ ഇതിനകത്തുണ്ട്. നമുക്ക് കയറി പ്രസാദമൊക്കെ കഴിക്കണം ഇവിടുത്തെ. പിന്നെ അതേ ഇവിടെ അതിൻ്റെ അകത്ത് തന്നെ SBIയുടെ ഒരു ATM ഉണ്ട്. ഇതിൽ അവിടെ ചോറൂണ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7:30 മുതൽ ആണ് ഇത്. ഇവിടെ സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ടോക്കൺ അനുസരിച്ചാണ് വിളിക്കുന്നത് ഷോറൂണിൻ്റെ. പിന്നെ അതേ ഇവിടെ ഒരു പട്ടിക്കുട്ട നിപ്പുണ്ട് നമ്മൾ അടുത്തായിട്ട് തന്നെ. പിന്നെ അതേ ഇവിടെ പറശ്ശിനി മടപ്പുരയുടെ ഈ വഴിപാട് കൗണ്ടറുകൾ, ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരാം. അത്യാവശ്യം ഇവിടുത്തെ വഴിപാടുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് നോക്കി വെക്കുക. എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ മാക്സിമം എടുക്കുക. നമ്മൾ മടപ്പുരയ്ക്കകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ, അതായത് മുത്തപ്പനെ കാണാനായിട്ട് ഇതിനകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോണിൻ്റെ ഉപയോഗം ഇല്ല കേട്ടോ. അത് മസ്റ്റാണ്. സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞ് എല്ലായിടത്തും എഴുതി മുക്കിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റേതായ ഇത് പാലിക്കണമല്ലോ. അങ്ങനെ നമ്മൾ മുത്തപ്പനെയൊക്കെ കയറി കണ്ടു. നമ്മൾ അവിടെ അതിനുള്ള ഭാഗമൊക്കെ കിട്ടി. എന്നിട്ട് ചായ കുടിക്കാനായിട്ട് നിങ്ങൾ ആദ്യം കാണിച്ചു തന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഇരിക്കുക. അതേ ചായ, പിന്നെ പ്രസാദം കിട്ടിയ പ്രസാദം കൊണ്ടുതരുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും. ചായയും കിട്ടിയ പ്രസാദം, പിന്നെ ഒരു തേങ്ങാപ്പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാന്യങ്ങൾ പുഴുങ്ങിയതാണ് കണ്ടോ. അങ്ങനെയല്ല, അതെല്ലാം കഴിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഇനി ഇതേ ആ ബാക്കി കാഴ്ചകൾ നിങ്ങളുണ്ടോ. മടപ്പുരയ്ക്കകത്ത് പാദരക്ഷ ഉപയോഗിക്കരുത്, പരിസരം മലിനമാക്കരുത്, കണ്ട ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. നമ്മൾ അകത്തൂടെ കയറിയിട്ട് ഇപ്പുറത്തൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് ഇത്. കണ്ട നമ്മൾ മടപ്പുരയിലേക്ക് കയറി വന്നല്ലോ, നിങ്ങളെ കാണിച്ചെന്നില്ല. കയറി നമ്മൾ തൊഴുത് തിരിച്ച് ഇറങ്ങി വരുന്നുള്ളൊരു കാഴ്ചയാണിത്. ഇതിൻ്റെ ഒരു ഫുള്ള് വ്യൂവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറശ്ശിനിക്കടവ് മടപ്പുരയിലെ ഒരു ഫുള്ള് വ്യൂവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. നല്ല കാഴ്ചയാണ് കേട്ടോ, നല്ല കാഴ്ച, നല്ല ഭംഗിയുണ്ട്, നല്ല വെയിലായി വരുന്നുണ്ട്. അപ്പോൾ കുടയുടെയും തൊപ്പിയുടെയും കാര്യം ഒന്നും മറക്കണ്ട. പിന്നെ ചെരുപ്പൊക്കെ സുരക്ഷിതമാണ്, ആരും എടുത്തോണ്ടൊന്നും പോകത്തില്ല. അതേ അവിടെ ഊട്ടുപുര കാണുന്നുണ്ടോ, ഇവിടെ നിന്നാണ് നമുക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കേണ്ടത്. 12:30 ആകുമ്പോഴാണ് തുടങ്ങുന്നത് കേട്ടോ അവിടെ. അപ്പോൾ അതേ ഇതിനകത്താണ് നമ്മുടെ മടപ്പുര. അപ്പോൾ ഫോണൊന്നും അകത്തൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ സബ് കുശാൽ TK, പീസ് മുഖ്യം ബിഗിലി, സമാധാനമാണ്. എല്ലാവരും അകത്തിരുന്ന് ഓരോ ജപങ്ങളും കാര്യങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്. പിന്നെ മടപ്പുരയിലെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അറിയിപ്പുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കുക, മനസ്സിലൊന്ന് വെച്ചിരിക്കുക കേട്ടോ, എല്ലാം വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയവിവരവും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 40 രൂപ മാത്രമാണ്. അപ്പോൾ ഇതും നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ബോട്ട് സർവീസോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. നമ്മൾ ഉച്ചവരെ ഇവിടെ എന്തായാലും ഉണ്ട്. കുറച്ചധികം നേരം ഇവിടെ മടപ്പുരയിലൊക്കെ ഇരുന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട്, എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് അതേ കണക്ക് തന്നെ തിരിച്ചു പോകും. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ടുള്ള വണ്ടി പിടിക്കും, തിരിച്ച് നാട്ടിൽ പോകും. ഇതാണ്. പിന്നെ ഇത് മറ്റേ ഗേറ്റ് അടയ്ക്കുന്ന സമയം, തുറക്കുന്ന സമയമൊക്കെ ഇത് ബോട്ട് അങ്ങോട്ട് പോകുന്ന ബോട്ട് സർവീസിൻ്റെ, അത് നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ
ടിക്കറ്റ് കൗണ്ടർ, ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് കയറി വന്ന് തൊഴുത് തിരിച്ചിറങ്ങുന്ന വഴിയിലൂടെയുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. വീഡിയോ അല്ല, ഈ ക്ഷേത്രത്തിലേക്ക് അല്ല മടപ്പുരയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പം നിങ്ങൾക്കും ചെയ്യാമെന്നെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ കണ്ണൂർ മറ്റേ കാസർഗോഡുള്ളവരടുത്തും പറയണ്ടല്ലോ, അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, എന്തും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും. അവരൊക്കെ ഒരു ഭാഗ്യമല്ലേ. അയ്യോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കുള്ള അതാണ് മിക്കതും. ഇതേ കണ്ടില്ലേ, പറശ്ശിനിക്കടവ്, നമ്മുടെ മുത്തപ്പൻ്റെ സന്നിധി. അടിപൊളിയാണ് ഫ്രണ്ട്സ്, അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് പറശ്ശിനിക്കടവിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങളത്? നമ്മളപ്പം ഈ കണ്ണൂർ വരാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ, ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ നിർത്തുന്ന സ്റ്റേഷൻസ് എല്ലാ ജില്ലക്കാരെയും വെച്ച് പറഞ്ഞൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനും ഇങ്ങോട്ട്, ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നായിരുന്നു നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് തീർച്ചയായും വരും, ദർശനം വാങ്ങാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കൊച്ചു കൊച്ചു കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബോട്ടിൻ്റെ ആ ഒരു കൗണ്ടറിൻ്റെ അടുത്തായിട്ടൊക്കെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്ക്, ഒറ്റയ്ക്കായിട്ട് വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. തെക്കൻ കേരളം എന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം മലബാർ ഭാഗത്തുള്ളവർക്ക് ഇത് വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ് നമുക്ക് തെക്കൻ കേരളത്തിൽ. ഇപ്പോൾ ഞാൻ കൊല്ലത്തു നിന്നാണല്ലോ വന്നത്, നിങ്ങൾ കണ്ടതല്ലേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എല്ലാ സംവിധാനവും ഉള്ളത് തന്നെ നമുക്ക് വളരെയധികം ചിലവ് ചൊരയ്ക്കുന്ന ഒന്നാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നു പോകാൻ, ഞാൻ വന്ന കണക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ വളരെ എളുപ്പമാണ്. ഉല്ലാസ ബോട്ട് യാത്ര 50 രൂപ കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ സ്നേക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാണാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ ഒരു ദിവസം നിന്നിട്ടൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളെ പരിപാടികളെല്ലാം കഴിയാറായിട്ടുണ്ട്. ഇനി ആഹാരം കഴിക്കണം. ആ ഒരു ഇതുകൊണ്ട് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കുത്തിയിടണം, മിക്കവാറും ഓഫ് ആവും, ഒന്നും പറയാൻ പറ്റത്തില്ല. ദേ നമ്മളെ പട്ടിക്കുട്ടൻ ഭയങ്കര നീരാടലറ ഇവിടെ നോക്ക്, അടിപൊളിയില്ലേ, നീരാടുകയാണല്ലോ. ഇത് ഓടി പോകുന്നു ഇങ്ങോട്ടോ, അടുത്തടുത്തോട്ട് മുങ്ങാൻ പോകാൻ തോന്നുന്നു കേട്ടോ, കുളിക്കാനായിട്ട് തന്നെ കുളിക്കാനായിട്ട് പോകാൻ തോന്നുന്നു. ഓൾറെഡി ഒരു കുളി കഴിഞ്ഞ് വീണ്ടും പോയി തലയിട്ട് മുക്കുന്നു ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഫോൺ ഓഫ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കുത്തിയിട്ടു. അത് എൻ്റെ ചാർജല്ല, ഒരു പവർ ബാങ്ക് വഴി കുത്തിയിട്ടതാണ്. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ രതീഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ആഹാരം കഴിച്ചുകൊണ്ട് വീട്ടുപോരായിരുന്നു. ചോറ്, സാമ്പാർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ആഹാരം എല്ലാം കഴിച്ചിട്ട് വീട്ടുപോരായിരുന്നു. 12:30-ക്കാണ് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ വന്ന വഴി അതാണ്. പക്ഷെ നമ്മൾ ഈ വലത് സൈഡിലോട്ടൊരു വഴി ഇങ്ങനെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. അതെന്തോന്നറിയാമോ, ഇവിടെ ഒരു കുളമുണ്ട്. ഞാൻ ആദ്യം കാണിച്ചു തരാൻ വിട്ടുപോയതാ, തിരിച്ചു വരാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആമ്പൽക്കുളം, ആമ്പലൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഏതൊരു ചേട്ട ഇരിപ്പുണ്ട് കേട്ടോ വെള്ളത്തിൽ. ആമ്പൽക്കുളം തന്നെ ആണല്ലോ, അതെ, കൊള്ളാം അല്ലേ. അവിടെ അങ്ങോട്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചയായിരുന്നു, ഞാനത് മിസ്സാക്കി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും പറശ്ശിനിക്കടവിലെ കാഴ്ചകളും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ആ വഴിയാട്ടോ നടന്നുകൊണ്ടത്. അങ്ങോട്ട് പോയാൽ നേരെ മടപ്പുര, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകുന്ന വഴി ഓപ്പോസിറ്റ് വഴിയായിരുന്നു മറ്റേ ആമ്പൽക്കുളം. മനസ്സിലായോ? ഇനി ഇതേ റൂംസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ച ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ ബസ് പിടിക്കണം. ബസ് പിടിച്ച് നമുക്ക് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നമ്മൾ ഓൾ ഡ്രസ് എല്ലാം നടന്നു വന്ന് കയറ്റം കയറി വന്നപ്പോൾ അണച്ചപ്പതേ ഇവിടുന്ന് ഒരു മോരും വെള്ളം മേടിച്ചു. 10 രൂപയേ ഉള്ളൂ, നമ്മുടെ ചേച്ചി തന്നു. കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും, ലൈക്ക് നിങ്ങൾ ആദ്യം എനിക്ക് തരണേ കേട്ടോ, ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരും. ഇവിടെ സ്റ്റാൻഡിൽ കണ്ണൂർ ബസ് കിടപ്പുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് എന്ന് കയറുക, നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ എന്തായാലും ഒരു ഉച്ചയ്ക്ക് ശേഷം സമയമാവും ഗൈസ്, അതായത് ഒരു അരമണിക്കൂർ എടുക്കും, 1-2 മണിയാവും. എന്നാലും പിന്നെ ഉണ്ട് 2 മണിക്കൂർ സമയം. അതുകൊണ്ട് ഇനിയിപ്പോൾ AC വെയിറ്റിംഗ് റൂമിൽ കൊടുത്ത് 30 രൂപ അടുത്ത് കളയേണ്ട ആവശ്യമില്ല, ചുമ്മാ വെളിയിലേക്ക് ഇരിക്കാം. അതായത് എവിടെ വേണമെങ്കിലും ഇരിക്കാമല്ലോ. ഞാൻ ഓൾറെഡി തിരിച്ചും സ്ലീപ്പർ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ഞാൻ തിരിച്ചു പോകുന്ന ട്രെയിൻ നമ്മുടെ ട്രെയിൻ നമ്പർ 163-48 വണ്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മറ്റേ സ്നേക്ക് പാർക്ക് ഇതാണ്, പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കടയിൽ നിന്ന് ഞാനൊരു കോക്ടെയിൽ കുടിക്കാനായിട്ട് വന്നതാട്ടോ. 70 രൂപയുള്ളൊരു കോക്ടെയിൽ. ഇതേ വന്നു നമ്മുടെ സാധനം. ഇതാണ് ആ സാധനം. എല്ലാം ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, ഷവാമ്, പപ്പായ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള സാധനമാണ്. അപ്പോൾ ഇത് കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ അതേ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് നമ്മളെ ട്രെയിൻ വരുന്നത്. ട്രെയിൻ നമ്പർ 163-48 കേട്ടോ. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ്. ഉച്ചയ്ക്ക് ശേഷം 2:25 മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ വൈകുന്നേരം 4:50 കണ്ണൂരെത്തും. നാളെ രാവിലെ
വെളുപ്പിനെ നല്ല അർദ്ധരാത്രി 2:30 കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും. അതായത് നമ്മളെ പുതിയ LHB ആക്കിയ മാംഗ്ലൂർ വണ്ടി. യെസ്, തിരുവനന്തപുരം മംഗലാപുരം തിരുവനന്തപുരം. ഇപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. തിരിച്ചും സ്ലീപ്പറിൽ തന്നെയാണ്. 265 രൂപയാണ് ടിക്കറ്റ് ചാർജ്, കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം AC വെയിറ്റിംഗ് റൂമിൽ എടുത്തില്ല കേട്ടോ. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറത്തെ കാര്യമല്ല. ഈവൻ 3 മണിക്കൂറാണെങ്കിലും കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാമല്ലോ. നമ്മളെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി നേരെ നാടാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ മാർഗം പറശ്ശിനിക്കടവിലേക്ക് പോകുന്നവർക്കൊക്കെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ താമസ സൗകര്യങ്ങളായാലും കാര്യങ്ങളായാലും എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളിതേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ, അതായത് എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് അർദ്ധരാത്രി തന്നെ എത്തിയിരിക്കുകയാണ് അടുത്ത ദിവസം. അപ്പോൾ 11-ാം തീയതി പോയി, 12-ാം തീയതി എത്തി, 12-ാം തീയതി വൈകുന്നേരം അവിടുന്ന് കയറി, 13-ാം തീയതി അർദ്ധരാത്രി നമ്മളിതേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ആറ്റിയാൽ പൊങ്കാലയ്ക്ക് പോകാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇത് കുത്തി നിറയും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളം ബ്ലോഗ് വൈകിക്കാം. ബൈ.